ഇതിൽ കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു. ഇപ്പോൾ പാർട്ട്ണർ വർക്ക് ആണെങ്കിൽ പാർട്ട്ണർ വർക്ക്, ബാങ്കർ ആണെങ്കിൽ ബാങ്കർ, സ്പീഡ് ആണെങ്കിൽ സ്പീഡ്. പക്ഷെ ചാക്കോച്ചൻ്റെ ഡാൻസിൽ ഇതെല്ലാം ക്ലബ് ചെയ്തിട്ടുള്ള ഡാൻസുകൾ കൂടുതൽ ഉണ്ടാവുക. ഇപ്പൊ നിറത്തിലെ ശുക്രിയ അതൊക്കെയാണ് ഞാൻ പണ്ട് കളിച്ചിരുന്നത്. അപ്പൊ അതില് ചാക്കോച്ചൻ്റെ എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ 3-4 അത് ഡിഫറെന്റ് സ്റ്റൈൽസുകളാണ്. പപ്പർ ഡാൻസുകളും എല്ലാതും പണ്ട് മുതലേ പക്ഷെ അന്ന് നമ്മൾ ഡാൻസ് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. മൂവ്മെന്റ് കോപ്പി ചെയ്യും, അത് ആ പാട്ടിലിട്ടില്ലെങ്കിലും വേറെ ഏതെങ്കിലും പാട്ടിൽ അടിച്ചു മാറ്റിയിട്ട് ഇടും, അതാണ് സംഭവം. പക്ഷെ പിന്നീട് നമ്മൾ ഇതൊരു പ്രൊഫഷൻ ആക്കിയപ്പോഴാണ് ഇത് സെപ്പറേറ്റ് ഓരോ സ്റ്റൈൽസുകൾ ഓരോ ഫോമുകളാന്നൊക്കെ. എന്തോ നിന്നെ ഡാൻസ് ചെയ്ത കേസിന് പോലീസ് പിടിച്ച് ചോദ്യം ചെയ്യുമല്ല, എന്റെ ഡാൻസ് നന്നായി. ഞാൻ ആ സത്യത്തിൽ അത് ക്ലബ് ചെയ്തപ്പോ അന്നൊന്നും അങ്ങനെ അല്ലായിരുന്നു. പിന്നെ ഇത് ക്ലബ് അങ്ങനെയല്ലേത്, ഇവിടെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. പെട്ടെന്ന് കേട്ടാല് നീ ചാക്കോച്ചന്റെ പേരിലിരുന്ന് 1.5 ഏക്കർ ഡാൻസ് തട്ടിച്ചെടുത്തതാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോ. അങ്ങനല്ല, സന്തോഷമായിട്ട് വരുന്ന കാര്യങ്ങള്. അതെ അതെ, ശരിക്കും അത്തരം സമയങ്ങളിൽ ചേട്ടൻ കുറെ എന്റെ മോൻ എങ്ങനെ ഡെയിലി കയറല്ലേ, ഞാനൊരു കണക്കിനാണ് സെറ്റ് ആക്കണേ. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ വരണു, ചാക്കോച്ചനെ കാണണു എന്ന് പറഞ്ഞപ്പോ എന്റെ കസിൻസ് തന്നെ അന്നത്തെ സമയത്ത് അതെന്റെ ഫോണിൽ ഇടുണ്ട്. ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മറ്റൊരു രാജമല്ലി ബൈക്കിലിരിക്കുന്ന ഫോട്ടോ അവർ തൃശ്ശൂർ പോയിട്ട് അന്നൊക്കെ ഫോട്ടോസ് എല്ലാ പൂരപ്പറമ്പ് എല്ലായിടത്തും കിട്ടും. അപ്പൊ ചാക്കോച്ചന്റെ ബൈക്കിലുള്ള ഫോട്ടോ ഇപ്പോഴും സൂക്ഷിച്ചപ്പോ ഞാൻ പറഞ്ഞ വീട്ടിൽ ഞാനിങ്ങനെ കാണാൻ പോവാൻ 3 പേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എടാ മോനെ ഈ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞിട്ട് എനിക്ക് മൊബൈലിൽ സാധനമുണ്ട്. അപ്പൊ അത്രയും ആരാധിച്ചിരുന്ന ഒരാളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ചെറിയ സാധനം വളരെ സ്വാഭാവികമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ ആ വീടും നാടും ഒക്കെ ആരാധിച്ചിരുന്ന ഒരു സമയത്താണ് ഞാൻ വളരുന്നത്. ഇത് മറ്റേ ജാദു കച്ചപ്പി കെട്ടിപ്പിടുത്തം കൊടുത്തേ അല്ല ആക്ച്വലി താഴുള്ളൂ. അല്ല ഇതിപ്പോ ആദ്യമായിട്ട് എനിക്ക് ചാക്കോച്ചനെ കാണുന്ന ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഇതേപോലെ ചാക്കോച്ചന്റെ പത്മിനി മൂവിയുടെ ഒരു പ്രൊമോഷൻ ആയിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഡയറക്ടർ വിളിച്ചു, ഞാൻ പോയി. അപ്പൊ ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല. ഇതാണ് സോങ്, നമുക്ക് മാക്സിമം അടിപൊളിയാക്കണം, എന്താണ് സംഭവം. നമ്മൾ കുറെ ഐഡിയാസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് അവസാനം ഫൈനൽ ചെയ്തു. എനിക്ക് കൈയൊക്കെ തന്നു. അപ്പൊ നാളെ ചാക്കോച്ചൻ വരും. ആര് വരും? നാളെ ചാക്കോച്ചൻ വരും, ഇത് എല്ലാം നീ പറഞ്ഞ് സെറ്റ് ആക്കണം. ഓക്കെ, അങ്ങനെ ചാക്കോച്ചൻ വന്നു. എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഡയറക്ടർ പറഞ്ഞു എല്ലാം സെറ്റാണ്, ഇവൻ ശരിയാക്കും, കുക്കു പറ. പിന്നെ ആ വഴി ഞാൻ ഓടിയത്. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള മൊമെന്റുകളൊക്കെ പറ്റുന്നില്ല. എന്നാലും കുക്കുന്റെ ലൈഫിൽ ഒരു വലിയ ആഗ്രഹം നമ്മളിവിടെ നടത്തി തന്നിട്ടുണ്ട്, ചാക്കോച്ചിന്റെ കൂടെയുള്ള സ്റ്റെപ്പ്. അതെ, ഞാൻ ഡാൻസ് കളിക്കുമ്പോ എന്നെ നാട്ടില് ചാക്കോച്ച കളിയാക്കിയിട്ട് വെറുതെയാണ് പറയാ. പക്ഷെ എനിക്കിപ്പോ ഭയങ്കര അഭിമാനം തോന്നുന്നു. ആ നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങള് എന്നെ പറഞ്ഞ ആളെന്റെ മുമ്പിലുണ്ട്. അപ്പൊ ഇത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഉറപ്പായും. താങ്ക് യു.